ശ്രീ യുവരാജ്, ഇപ്പോൾ ആ സമരപ്പന്തൽ പൂർണ്ണമായും ഒഴിപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. യഥാർത്ഥത്തിൽ ഈ പ്രതിപക്ഷത്തിന് ഈ എല്ലാ വിഷയങ്ങളിലും അവരുടെ കൂടെയുള്ള ആളുകൾ പോലും ഇങ്ങനെ ദേശീയതയിലേക്ക് കൂടുതൽ അടുക്കുന്ന ഒരു സാഹചര്യം പല പാർട്ടികളിൽ നമ്മൾ കാണുകയാണ്. NCPയിൽ കാണുന്നു, സമാജ്വാദി പാർട്ടിയിൽ കാണുന്നു. അങ്ങനെ മുങ്ങിത്താഴുന്ന പ്രതിപക്ഷത്തിന് ഒരു കച്ചിത്തുരുമ്പ് കിട്ടിയതുപോലെയാണ് യഥാർത്ഥത്തിൽ ഈ CJP എന്ന് പറയുന്ന പ്രതിഭാസം ഉയർക്കൊണ്ടത്. ഇനി അതിൻ്റെ ഭാവി എന്താണ്? അല്ല, ഞാൻ അതിനകത്ത് ശ്രീ ജയരാജ് സാർ പറഞ്ഞ കാര്യത്തിനകത്ത് ഒരു ക്ലാരിറ്റി കൊടുത്തിട്ട് ഞാൻ ആ ചോദ്യത്തിലേക്ക് വരാം. വളരെ പെട്ടെന്ന് അദ്ദേഹം പറഞ്ഞ കാര്യം 2 കാര്യങ്ങളെ നടപ്പിലാക്കിയിട്ടുള്ളൂ. AI ബേസ്ഡ് ഒരു ക്യാമറ വെച്ചു, പിന്നെന്താ അദ്ദേഹം പറഞ്ഞ CCTV ക്യാമറ വെച്ചു. ഇത് മാത്രമാണ് നടത്തിയതെന്നാണ് അദ്ദേഹം പറഞ്ഞത്. സാർ അങ്ങനെയല്ല. അതിനകത്ത് ഈ ഇംപ്ലിമെൻ്റ് ചെയ്തിട്ടുള്ള ഷോർട്ട് ടൈം മെഷേഴ്സ് എന്ന് പറയുന്നത്, ഒന്ന് സ്റ്റേറ്റ് മെഷീനറി ഇൻവോൾവ്മെൻ്റ് എന്ന് പറയുന്നത് 100% ഇൻ്റഗ്രേഷൻ ഓഫ് സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെയും ഡിസ്ട്രിക്ട് അഡ്മിനിസ്ട്രേഷൻ്റെയും എക്സാം ലോജിസ്റ്റിക്സിനകത്തുള്ള 100% ഇംപ്ലിമെൻറ്റേഷൻ നടത്തിയിട്ടുണ്ട്. ഡേറ്റ അനലിറ്റിക്സ് അതിനകത്താണ് അത് വരുന്നത്. ഇതിനകത്ത് AI ബേസ്ഡ് ക്യാമറ വെക്കുന്നു എന്നുള്ളത് മാത്രമല്ല, ഈ AI ബേസ്ഡ് ആയിട്ട് വന്നിരിക്കുന്നത് സ്വാഭാവികമായിട്ട് ഈ ചോദ്യപേപ്പറുകൾ പോകുന്നത് നമ്മുടെ ഇൻ്റർനെറ്റ് ത്രൂ ആയിരിക്കുമല്ലോ. അപ്പോൾ അതിനകത്തേക്ക് പർട്ടിക്കുലർലി സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ ഉൾപ്പെടെ, അതിനകത്ത് ഈ പറയുന്ന ടെലിഗ്രാം ഉൾപ്പെടെയുള്ള നമ്മൾ പേര് പോലും കേട്ടിട്ടില്ലാത്ത തരത്തിലുള്ള പ്ലാറ്റ്ഫോംസ് ഉണ്ടാവും. അപ്പോൾ അതിനെ മുഴുവൻ മോണിറ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനെയും ഡേറ്റ അനലിറ്റിക്സിനെയും ഉപയോഗിക്കുക എന്നുള്ളതാണ്. പിന്നെയാണ് എൻഹാൻസ്ഡ് സർവൈലൻസിനെ കുറിച്ചിട്ട് വരുന്നത്. പിന്നെ ന്യൂ സെക്യൂരിറ്റി പ്രോട്ടോകോൾസിനെ കുറിച്ച് പറയുന്നുണ്ട്. അതിനെക്കുറിച്ച് ഇപ്പം നമുക്ക് ഈ വൈകിയ വേളയിൽ വിശദീകരിച്ചുകൊണ്ടിരിക്കാൻ വേണ്ടിയിട്ട് സമയമില്ല. പിന്നെ കണ്ടിന്യൂസ് മോണിറ്ററിങ്ങിനെ കുറിച്ചിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഷോർട്ട് ടൈമിൽ നടപ്പിലാക്കിയിരിക്കുന്നത്. കാരണം ഓൾറെഡി ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു സിസ്റ്റമാണ്. ആ സിസ്റ്റത്തിനെ കുറച്ചുകൂടി സ്ട്രെങ്തൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഷോർട്ട് ടൈം കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത്. നിലവിൽ അതേ ചെയ്യാൻ കഴിയുള്ളൂ. 2027 മുതൽ കംപ്ലീറ്റ്ലി കമ്പ്യൂട്ടറൈസ്ഡ് ആയിട്ടുള്ള ഒരു സിസ്റ്റം ആയിരിക്കും വരാൻ പോകുന്നത്. അതാണ് ലോങ് ടൈം എന്ന് പറയുന്നത്. ആ കാര്യം 2027 മുതൽ ഇംപ്ലിമെൻ്റ് ആയി തുടങ്ങുകയാണ്. അപ്പോൾ ഇവരിപ്പോൾ സമരം ചെയ്യുന്ന എന്തിനാണ്? നീറ്റ് എക്സാമിലെ ക്രമക്കേടുകൾ മാറ്റണമെന്നാണ്. അത് കഴിഞ്ഞൂന്നേ. ഇറ്റ്സ് എ ക്ലോസ്ഡ് ചാപ്റ്റർ. 2026 വരെ ഇതുവരെ നടത്തിക്കൊണ്ടിരുന്ന മോഡൽ നിർന്നു. 2027 മുതൽ ഓൾറെഡി പുതിയതാണെന്നുള്ള കാര്യം ഈ എക്സാം നടക്കുന്നതിന് മുമ്പ് തന്നെ പ്രഖ്യാപിക്കപ്പെട്ട കാര്യമാണ്. അപ്പോൾ തീർച്ചയായിട്ടും അവർക്ക് പ്രതിഷേധിക്കാം. ഈ പറയുന്ന ഗവൺമെൻറ്റിന് ഈ ഉണ്ടായിരിക്കുന്ന വീഴ്ചയെക്കുറിച്ച് വിമർശിക്കാം. എന്തെല്ലാം ചെയ്യാവുന്നതാണ്. അല്ലാതൊന്നും എനിക്ക് അഭിപ്രായമില്ല. രണ്ടാമത്തെ കാര്യം, നീലിമ ചോദിച്ച കാര്യം, ഇതിൻ്റെ ഭാവി എന്താണെന്നുള്ള കാര്യവും. പിന്നെ അദ്ദേഹം പറഞ്ഞൊരു കാര്യം, ഇതിനകത്ത് എന്താ വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഓക്കെ, നിങ്ങൾ നീറ്റ് എക്സാം വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് ഈ വിഷയത്തിനകത്ത് ഇവർ എന്തുകൊണ്ടാണ് അവിടെ മുദ്രാവാക്യം ഉയർത്താത്തത്? പകരം അവിടെ ആസാദി മുദ്രാവാക്യം ഉയർത്തുകയാണ്, ആർട്ടിക്കിൾ 370-നെതിരായിട്ട് സംസാരിക്കുകയാണ്, അല്ലേ? ചിക്കൻ നെക്ക് കട്ട് ചെയ്യുന്നതിനെ കുറിച്ചിട്ട് വീണ്ടും അവിടെ മുദ്രാവാക്യങ്ങൾ ഉയരുകയാണ്, ഉമർ ഖാലിദിന് വേണ്ടിയിട്ട് സംസാരിക്കുകയാണ്. അപ്പോൾ ഇത്തരം വിഷയങ്ങൾക്കാണ് അവിടെ കൂടുതൽ പ്രാധാന്യം നൽകുന്നത്. നീറ്റ് എക്സാമിനെ കുറിച്ച് ഇവർ ചർച്ച ചെയ്യുന്നില്ല. അവിടെ നിങ്ങൾ ആ ഇരിക്കുന്ന സമരപ്പന്തലിരിക്കുന്ന എത്ര പേര് നീറ്റ് എക്സാം വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് സംസാരിക്കുന്നതോ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള മുദ്രാവാക്യങ്ങൾ ഉയർത്തുന്നതോ നിങ്ങൾ കേട്ടു? അവർക്കറിയാം ഈ വിഷയം പരിഹരിക്കപ്പെട്ട് കഴിഞ്ഞു എന്നുള്ള കാര്യത്തെ കുറിച്ചിട്ട് അവർക്ക് ബോധ്യമുണ്ട്. അപ്പൊ അവർക്ക് അത് വേണ്ട. പകരം ഈ ഒരു വിഷയത്തിന്റെ പുറത്തൊരു പുകമുറ ഉണ്ടാക്കിയിട്ട് ആ പുകമുറ വെച്ചുകൊണ്ട് അവർക്കൊരു വലിയ മറ്റൊരു വിഷയത്തിലേക്ക് ഇതിനെ വഴിതിരിച്ചുവിടുക.